വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുമരപ്പരിപ്പും ഉള്ളിയും കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാല തോരനാണ്. പച്ചക്കറി കൊണ്ടുള്ള തോരനിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഇതിന്. വളരെ ടേസ്റ്റ് ഉള്ളതും പെട്ടെന്നുണ്ടാക്കാവുന്നതുമായ ചോറിന് പറ്റിയ ഒരു തോരനാണിത്. ചോറിൻ്റെ കൂടെ അല്ലാതെ ഇത് തനിച്ചും കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും കൂടുതൽ റെസിപ്പീസ് ഇടാനുള്ള പ്രചോദനം തരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 3/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി എടുത്തത് വേണം. അതിൻ്റെ കൂടെ 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞതും വേണം. ഇത് തേങ്ങാക്കൊത്ത് വലുതായിട്ട് ചിക്കനിലൊക്കെ ഇടുന്ന പോലെ അരിയരുത്, ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പരിപ്പും സവാളയും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കണം. ഇത് അടച്ച് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. പരിപ്പ് വെന്ത് കുഴഞ്ഞു പോവരുത്, എന്നാൽ ഒരു പാകത്തിന് വേകുകയും വേണം. പരിപ്പ് വേകുമ്പോഴേക്ക് ഒരു ചെറിയ പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു വലിയ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. ഇത് കരിഞ്ഞു പോവരുത്. എന്നിട്ട് ഇതിൻ്റെ കൂടെ 1.5 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും 1 വലിയ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. ഇത് ചെറിയ തീയിൽ വേണം വറക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞാൽ തോരൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ഇനി ഇതിലേക്ക് 1.5 വലിയ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 വലിയ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിൽ ഞാൻ ചരട മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതില്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ വെച്ച് കരിഞ്ഞു പോകാതെ മൂപ്പിച്ച് എടുക്കണം. ഇതിപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയിലിട്ട് ഇത് പൊടിച്ചെടുക്കാം. മസാല നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഒരു വലിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2-3 ഉണക്കമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി മുളക് മൂക്കുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പരിപ്പ് വെന്ത വെള്ളം കുറച്ച് ഈ പാത്രത്തിൻ്റെ അടിയിലുണ്ടാവും. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ആ വെള്ളം അങ്ങ് വറ്റിക്കോളൂ. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പൊത്തി വെക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. അരപ്പ് വേകാനായിട്ട് ഇത് അടച്ച് 2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെക്കണം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഈ ഒരു പാകത്തിൽ അല്പം നനവോട് കൂടി ഇരിക്കണം ഇത്, എങ്കിലേ ഇത് തണുക്കുമ്പോൾ നല്ല തോരൻ പരുവായിരിക്കുള്ളൂ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള ഒരു തോരനാണിത്. ഇത് നമ്മൾ കഴിച്ചു തുടങ്ങിയാൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ തോരന്. എല്ലാവരും ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കണം. ഇത് പച്ചക്കറി അരിഞ്ഞ് സമയമൊന്നും പോകില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്.
ഇത് മറ്റൊരു രീതിയിൽ നമുക്കുണ്ടാക്കാം. ഞാനിവിടെ കടുക് വറുത്തിട്ട് അതിലേക്ക് മസാല ചേർത്താണല്ലോ ഉണ്ടാക്കിയത്. അതിനു പകരം സവാളയും പരിപ്പും പകുതി വേവാകുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്തിളക്കി വേവിച്ച് വെള്ളം വറ്റിച്ച് വാങ്ങണം. അതിനുശേഷം കടുക് വറുത്തിട്ട് അതിലേക്ക് മസാല ചേർത്ത് വേവിച്ച പരിപ്പിട്ട് ചിക്കിയെടുക്കാം. നിങ്ങൾക്കിഷ്ടം ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.